പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AP ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം ജൂലൈ 11 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് റൂവി KMCC ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് മസ്കത്ത് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കാറിന് തീപിടിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകട കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്നയിൽ കെട്ടിടത്തോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ കത്തിനശിച്ചിരുന്നു. SUV വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ദിവസങ്ങൾക്കിടെ വിവിധ സ്ഥലങ്ങളിലാണ് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗവർണറേറ്റിലെ സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരണപ്പെട്ടു. പയ്യോളി തറയുള്ളത്തിൽ മമ്മദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സുഹാർ സഫീർ മാളിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ വാഹനമിടിക്കുകയായിരുന്നു. സുഹാറിലെ പ്രമുഖ ബേക്കറിയിലേക്ക് ജോലി ആവശ്യാർത്ഥം സന്ദർശക വിസയിലെത്തിയതായിരുന്നു. നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങിക്കാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഇദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടതായി കാണുന്നത്. രേഖകളൊന്നും കരുതാതെ പുറത്തേക്ക് പോയതിനാൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാനും വളരെയേറെ ബുദ്ധിമുട്ടി. സുഹാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. VR1 ഫാമിലി മലയാളി കൂട്ടായ്മ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സമദ് മച്ചിയത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഡിക്കൻ പുതുക്കുടി കതിരൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ VR1 ഫാമിലി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. സിൽവിയ P. ഡിസൂസ, അസീസ് വോഡിയജ, ബിനു അജയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 2023-24 വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ കൂട്ടായ്മയിലെ അംഗമായ ദേർവേഷ് മുഴുപ്പിലങ്ങാടിന്റെ മകൾ ഫാത്തിമത്തുൽ ഖാനിയ സൈബിനെ സ്നേഹോപഹാരം നൽകി അഭിനന്ദിച്ചു. തുടർന്ന് VR1 ഫാമിലി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ്ഫ്ലൈ ഏവിയേഷൻ എയർ കേരള എന്ന പേരിൽ സർവീസസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചു. ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സെറ്റ്ഫ്ലൈ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് UPC ആണ് ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ NOC. പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചനയിലാണെന്നും എയർ കേരള യാഥാർത്ഥ്യമാകുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്രാ ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ വരും വർഷങ്ങളിൽ അറുതി വരുമെന്നും സെറ്റ്ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു. 6 വർഷം മുമ്പ് ഒമാനിലെത്തി അധികം വൈകാതെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ തിരുവനന്തപുരം സ്വദേശിനിക്ക് ആശ്വാസമായി ഇൻക്യാസ് ഒമാൻ. കുറച്ചു വർഷങ്ങളായി സ്ഥിരവരുമാനമില്ലാതെ വല്ലപ്പോഴും ലഭിക്കുന്ന ഗാർഹിക ജോലികളാണ് യുവതി ചെയ്തു വന്നിരുന്നത്. 2020 ശേഷം വിസ പുതുക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ആരോഗ്യം വഷളാവുകയും നാട്ടിലേക്ക് പോകാൻ നിവൃത്തിയില്ലാതെ വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സനു എന്നൊരു മലയാളിയുടെ സഹായത്തോടെ ഇൻക്യാസ് ഭാരവാഹികളെ ഈ വ്യക്തി ബന്ധപ്പെട്ടു. തുടർന്ന് ഇൻക്യാസ് പ്രസിഡന്റ് അനീഷ് കടവിലിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് നിതീഷ് മാണി, ട്രഷറർ സതീഷ് പട്ടുവം എന്നിവർ എംബസിയുമായി ഇടപെട്ട് നാട്ടിലേക്ക് പോകാനുള്ള അനുമതി സാധ്യമാക്കി. തിരുവനന്തപുരത്തേക്കുള്ള വിമാന ടിക്കറ്റ് എംബസി നൽകിയ തീയതി പ്രകാരം ഇൻക്യാസ് ഒമാൻ നൽകി. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന് വ്യത്യസ്ത നടപടികളുമായി തൊഴിൽ മന്ത്രാലയം. ദോഫാർ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് മാസങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങളും വിവിധ സേവനങ്ങളുമായി വ്യത്യസ്ത തൊഴിൽ മേഖലകളെയാണ് തുറക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വിദേശികൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കുന്നതിനാണ് മന്ത്രാലയം നടപടികളുമായി മുന്നിട്ടിറങ്ങുന്നത്.
ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങളിലും ഭക്ഷണശാലകളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഉൾപ്പെടെയായിരുന്നു അധികൃതരുടെ സന്ദർശനം. വരും ദിവസങ്ങളിലും പ്രത്യേകം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മേഖലയിൽ തുടർച്ചയായ പരിശോധനയുണ്ടാകും. വിമാനയാത്ര പ്രതിസന്ധിയിലാകുമ്പോൾ ട്രാവൽ ഏജന്റുമാർക്ക് ആദിയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് തുടർന്നു വരുന്ന സർവീസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള പ്രവണതകളിൽ ദുരിതത്തിലാകുന്ന യാത്രക്കാരുടെ പഴി കേൾക്കേണ്ടി വരുന്നത് ട്രാവൽ ഏജൻസികളിലെ ജീവനക്കാരാണ്. യാത്രക്കാർ പറയുന്ന തീയതിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് നോക്കി ടിക്കറ്റ് എടുത്തു നൽകുന്ന ട്രാവൽ കമ്പനികളാണ് യാത്രക്കാരുടെ ശാപവാക്കുകൾക്ക് ഇരകളാകുന്നത്. പലപ്പോഴും യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിലെത്തുമ്പോൾ മാത്രമാണ് വിമാനം റദ്ദാക്കുന്നതോ വൈകുന്നതോ ആയ വിവരം യാത്രക്കാർ അറിയുന്നത്. ഇതോടെ ട്രാവൽ ഏജൻസിയിൽ നേരിട്ട് ചെന്നും ടെലിഫോണിൽ വിളിച്ചും തങ്ങളുടെ വികാരം ശക്തമായി പ്രകടിപ്പിക്കും. എയർപോർട്ടിലെ കൗണ്ടറുകളിൽ ബന്ധപ്പെട്ട വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരില്ലെങ്കിൽ പിന്നെ ട്രാവൽ ഏജൻസികൾ തന്നെയാകും യാത്രക്കാരൻ്റെ രോഷപ്രകടനത്തിന് പൂർണ്ണമായും ഇരയാകുന്നത്. ഒരു വർഷം മുമ്പ് മറ്റൊരു വിമാന കമ്പനിയുടെ പേരിൽ ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ട്രാവൽ ഏജൻസികൾ യാത്രക്കാർ പണവും നൽകി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നതിനിടെ ഗോ ഫസ്റ്റ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ വിമാനം സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. വർഷം 1 കഴിഞ്ഞെങ്കിലും ടിക്കറ്റ് എടുത്തവർക്ക് ഇതുവരെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടേറെയുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്ന വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്താൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമെന്നായിരുന്നു പരസ്യം. അതിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർ പലപ്പോഴും പറ്റിക്കപ്പെടും. ട്രാൻസിറ്റ് വിസ ലഭിക്കേണ്ട രാജ്യത്തേക്കാണ് യാത്രയെങ്കിൽ ഒരേ കമ്പനിയുടെ വിമാനത്തിൽ തന്നെ പോകണം. വേറെ ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റൊരു വിമാനത്തിലാണ് യാത്രയെങ്കിൽ രാജ്യത്തെ വിസ ഉണ്ടെങ്കിലേ ഇറങ്ങുന്ന രാജ്യത്ത് ട്രാൻസിറ്റ് വിസ ലഭിക്കൂ. ഇവയെക്കുറിച്ചൊന്നും അറിവില്ലാത്ത യാത്രക്കാർ പലപ്പോഴും ടിക്കറ്റ് എടുത്ത ട്രാവൽ ഏജൻസികളോടാണ് ഇവയുടെയെല്ലാം പ്രയാസം തീർക്കുന്നത്. വാടക കരാർ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നടപടിയുമായി മസ്കത്ത് നഗരസഭ. കെട്ടിട ഉടമകളുടെയോ വാടകക്കാരുടെയോ ഭാഗത്തു നിന്നും കരാറുകൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണെന്നും നഗരസഭ പ്രസ്താവനയിൽ പറഞ്ഞു. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വർഷം ആദ്യത്തോടെ ഓൺലൈനിലും മസ്കത്ത് നഗരസഭ സൗകര്യമൊരുക്കിയിരുന്നു. നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കപ്പെടും. രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകളും സുഗമമായിരിക്കുകയാണ്. തുടക്കത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം പുതിയ താമസ വാടക കരാറുകളിൽ മാത്രമാണുള്ളത്. വ്യക്തികളുമായുള്ള കരാറുകൾക്ക് മാത്രമാണ് നിലവിൽ ഓൺലൈൻ സേവനം ലഭ്യമാകുന്നത്. കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള കരാർ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നേരത്തെയുള്ള രീതിയിൽ തുടരും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കോടതികളിലെ വ്യവഹാര നടപടികൾ സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കൊപ്പമാണ് ഇത്. അതേസമയം വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാടകക്കാരൻ്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. മാത്രമല്ല മസ്കത്ത് ഗവർണറേറ്റിലെ പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ വാടക ഡാറ്റാബേസ് നിർമ്മിക്കാനും ഇത് സഹായിക്കും. മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് അഗ്രിമെന്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. ഇന്നലെ വിട പറഞ്ഞ സയ്യിദ് കോയമാത്തങ്ങൾ എന്ന ഖുറാത്തങ്ങൾ പ്രവാസലോകത്തിനും പ്രിയപ്പെട്ട ആത്മീയ ചൈതന്യവും അത്താണിയുമായിരുന്നു. ഇടയ്ക്കിടെ ഒമാനിലെത്തിയിരുന്ന അദ്ദേഹത്തെ കാണാനും ദുആ നടത്തിക്കാനും വിശ്വാസികൾ തിരക്കുകൂട്ടുമായിരുന്നു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത നടുക്കത്തോടെയാണ് പ്രവാസികളും ശ്രവിച്ചത്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൽ തങ്ങളുടെ മകനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാദിയും സദിയ അടക്കം അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമായ സയ്യിദ് കോയമ്മ തങ്ങളുടെ വിയോഗം മലയാളികളായ പ്രവാസികളെ മാത്രമായിരുന്നില്ല വേദനിപ്പിച്ചത്. കേരളത്തിലെയും കർണാടകയിലെയും മറ്റു അനേകായിരം പ്രവാസികൾക്ക് വലിയ ആശ്രയവും ആശ്വാസവുമായിരുന്നു തങ്ങൾ. കഴിഞ്ഞ വർഷവും സ്ഥാപനങ്ങളുടെ പ്രചാരണവുമായി എത്തിയ തങ്ങൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികളിൽ സംബന്ധിച്ചിരുന്നു. നിരവധി വിശ്വാസികളാണ് പരിപാടികളിൽ പങ്കാളികളായിരുന്നത്. ആത്മീയ പ്രകാശം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങൾ ഉൾക്കൊള്ളാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും പ്രവാസികൾ പാതിരാവിലും ഒത്തുകൂടിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. അവരെ ആത്മീയതയിലേക്ക് ക്ഷണിക്കുകയും തെളിഞ്ഞ സന്തോഷത്തിലും പുഞ്ചിരിയിലും ആശ്വാസം ചൊരിയുകയും ചെയ്ത തണലാണ് പ്രവാസലോകത്തിന് നഷ്ടമായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.